Hi all, again I am here with another topic from the paper Applied Language Skills, which is an open course paper for the 5th semester students of Calicut University. So, ഇന്ന് നമ്മൾ അപ്ലൈഡ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഓപ്പൺ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്ലൈഡ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ 4 എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. Let's move to the first topic. What is communication? Communication refers to the exchange of ideas, feelings, emotions, knowledge, and information between two or more persons. Communication may be written, spoken, signs, gestures, actions, or silence. So we can define communication as the exchange of ideas, feelings, emotions, knowledge, and information between two or more persons, and also communication may be written, spoken, signs, gestures, actions, or silence. An effective communication is characterized by proper approach of the sender, accurate organization of the message, clarity of expression, suitable style of presentation, and linguistic correctness. So, in order to make a proper communication, we have to send the message properly. And before that, we have to organize the message properly, and we have to choose a style of presentation, and the linguistic correctness is an important thing in communication. So, we have to care all these things before we communicate to another person. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ രണ്ടുപേരെങ്കിലും ചുരുങ്ങിയത് വേണം അല്ലേ. അപ്പോൾ രണ്ടിൽ കൂടുതലോ ആളുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഐഡിയാസ്, ഫീലിങ്സ്, ഇമോഷൻസ്, നോളജ് ആൻഡ് ഇൻഫർമേഷൻ, ഇതിനൊക്കെ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മളുടെ ജസ്റ്റേഴ്സ് വരെ എന്താണ് ജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സൈലൻസ്, ആക്ഷൻസ്, സ്പോക്കൺ റിട്ടൺ വേർഡ്സ്, അതുപോലെ തന്നെ സയൻസ്, ഇതൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ മുന്നിലൊക്കെ എന്താണ് ഒരു സിമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ലേ, ഒരു സൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സൈനൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ, ഒരു ബാഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു സ്കൂളുണ്ട് എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടുകയാണ്. സോ ഒരു സൈനിലൂടെ വരെ എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൈലൻസ് വരെ എന്താണ് കമ്മ്യൂണിക്കേഷനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ലിസണർക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ ഒരു മെസ്സേജ് എന്താണ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ് ഒരു ആക്യുറേറ്റ് ഓർഗനൈസേഷൻ ഓഫ് ദ മെസ്സേജ്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം അതെന്താണ് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. Now we are just moving to the principles of communication. The first principle is understand the subject matter well before communicating it. So we have to understand the subject matter, the idea that we are going to share with other persons before we start our communication. Another important principle of communication is know the nature of your audience and communicate sincerely. We have to know the nature or the behavior of our audience before we start our communication. Then only we can communicate sincerely. After that, select a presentation style suitable for our topic. And then use correct spelling, punctuation, and pronunciation. After that, carefully select and use words to improve communication and avoid confusion. When we use proper words, we can avoid a lot of confusion and misunderstanding. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് നമ്മളുടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നല്ല കറക്റ്റായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ള ആ ഒരു കറക്റ്റ് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അവരുടെ ബിഹേവിയർ, അവരുടെ നേച്ചർ, അവർക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇഷ്ടമാവോ ഇല്ലയോ, സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ അത് നല്ലൊരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ആയിരിക്കണം. അതോടൊപ്പം തന്നെ എഴുത്തിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ് ഇതൊക്കെ നമ്മൾ കെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വോയിസ് ആണെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവണം. ദെൻ നമുക്ക്
പ്രോപ്പറായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. And after selecting proper words, develop sentences that are clear, precise, and complete. Ensure that your presentation begins with a good introduction, flows from one main idea to another, and end with a conclusion. So, we have to select proper words for communication, and after selecting proper words, develop sentences that are clear, precise, and complete. So, create a meaningful sentence with proper words that will help your communication go well. And after that, ensure that your presentation begins with a good introduction, flows from one main idea to another, and end with a conclusion. Our presentation should include a good introduction, flow of ideas, and a better conclusion. And also limit the number of main points you want to emphasize. If you have a lot of points to convey, limit the number of points according to their importance. Do not interrupt while the other person is speaking. Give him a chance to speak too. Do not interrupt him while he is speaking to you. Next one, control the speed of your speech. We know speed is a common factor that will affect our speaking or communication. So, limit the speed of your speech while you are communicating to other persons. So, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെന്താണ് പ്രോപ്പറായിട്ടുള്ള വേർഡ്സ് സെലക്ട് ചെയ്യണം. അത് വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള സെൻറ്റൻസസ് എന്താണ് ക്രിയേറ്റ് ചെയ്യണം. ആ സെൻറ്റൻസസ് ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. മാത്രമല്ല നമ്മളുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോപ്പർ ബിഗിനിങ് ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഐഡിയാസ് എന്താണ് ഫ്ലോ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പഠിക്കണം. ദെൻ എ ബെറ്റർ കൺക്ലൂഷൻ അതെന്തായിരിക്കണം ഉണ്ടായിരിക്കണം. ദെൻ നമ്മളെന്താണ് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരം എന്താണ് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല, അത് ഇൻ്ററപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ സ്പീഡ് കുറച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ക്യാച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിൻസിപ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ പ്രിൻസിപ്പിളായിട്ടാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. Now we are just moving to the types of communication. There are two types of communication, verbal communication and non-verbal communication. Here we are going to discuss the verbal communication. Verbal communication refers to the exchange of a message through the use of written and spoken form. So, verbal communication means communication in a written or spoken form. It is usually carried on through language. So, in order to communicate in a verbal form, we need language. And also, verbal communication requires the use of words, numbers, and symbols. Words, numbers, and symbols are necessary in a verbal communication. It is organized in sentences using language. So, we already discussed that language is necessary for verbal communication, and so it is organized in sentences using language. So, in order to begin a verbal communication, we need sentences using language. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് ലാംഗ്വേജ് അത്യാവശ്യമാണ്. സെൻറ്റൻസസിലൂടെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് ഒക്കെ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ റിട്ടൺ ഫോമിലോ സ്പോക്കൺ ഫോമിലോ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെർബൽ കമ്മ്യൂണിക്കേഷനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി എന്താണ് ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. It means the spoken interaction between two or more persons, and it usually takes place in lectures, discussions, interviews, social gatherings, meetings, and conferences. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ഒരു സ്പോക്കൺ ഇൻറ്ററാക്ഷനാണ്. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിലുള്ള ഒരു സ്പോക്കൺ ഇൻറ്ററാക്ഷനാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിസ്കഷൻസ്, ലെക്ചേഴ്സ്, സോഷ്യൽ ഗ്യാതറിങ്സ്, മീറ്റിംഗ്സ്, ഇൻ്റർവ്യൂസ്, കോൺഫറൻസ് ഇതൊക്കെ എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റർ, മോർ എഫക്റ്റീവ്, ലെസ് എക്സ്പെൻസീവ് ആൻഡ് യൂഷ്വലി ഓഫേഴ്സ് റെഡി റിപ്ലൈ.
ഇനി നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് നമുക്ക് മോർ എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിട്ടേൺ മെസ്സേജസ് ഒക്കെ അയക്കുന്നതിനേക്കാളും എത്രയോ എഫക്റ്റീവാണ് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ഓഫേഴ്സ് റെഡി റിപ്ലൈ, ഫീഡ്ബാക്ക് ഒക്കെ എന്താണ് നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. റിട്ടേൺ ഫോമിലാവുമ്പോൾ എന്താണ് നമുക്ക് അവർക്ക് സമയം ഉണ്ടാകുമ്പോഴേ അവർ നമ്മളുടെ മെസ്സേജസ് ഒക്കെ കാണുള്ളൂ അല്ലേ. ഇതെന്താണ് ഫേസ് ടു ഫേസ് ആകുമ്പോൾ അപ്പോഴപ്പോഴേ നമുക്ക് റിപ്ലൈ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ഫോർ ലെങ്തി ഡയലോഗ്സ്. അതായത് ലെങ്തി ഡയലോഗ് നമുക്ക് പറയാനുണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ ഫോമാണ് ഒന്നുകൂടെ ബെറ്റർ അല്ലേ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ബോറടിക്കും അല്ലേ. ദെൻ ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ ഈസ് മസ്റ്റ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലാരിറ്റി എന്നുള്ളത്. പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ അപ്പോൾ പറയാനായിട്ട് ശ്രമിക്കണം. മെസ്സേജ് ആകുമ്പോൾ നമുക്ക് ആലോചിച്ചൊക്കെ എഴുതാനുള്ള സമയമുണ്ടല്ലേ. പക്ഷേ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി അത്രയ്ക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ക്ലാരിറ്റി ഈസ് എ മസ്റ്റ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. യൂഷ്വലി ആൻ ഓറൽ മെസ്സേജ് ക്യാൻ ബി ഫോക്കസ്ഡ് അറ്റ് എ ടൈം. ഇപ്പോൾ ഒരു റിട്ടേൺ മെസ്സേജ് ഒക്കെ ആണെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും എടുത്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ലേ. പക്ഷേ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് റീറ്റൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ വീണ്ടും നമുക്ക് എന്താണ് കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അല്ലേ. അതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്താണ് അവൈലബിൾ ആണ്. ഇനി എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കി. Communication by using written symbols is called written communication. It mainly consists of writing, diagrams, pictures, graphs, etc. It provides a long-lasting record of communication for future. So, written symbols ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് റൈറ്റിംഗ്സ്, ഡയഗ്രാംസ്, പിക്ചേഴ്സ്, ഗ്രാഫ്സ് എക്സെട്ര. ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്ക് അതിൽ ഡയഗ്രാംസ്, അതുപോലെ തന്നെ റൈറ്റിംഗ്സ്, പിക്ചേഴ്സ്, ഒരുപാട് ഗ്രാഫ്സ് ഇതൊക്കെ അതിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ ഈ ഗ്രാഫ്സ്, പിക്ചേഴ്സ് ഇതൊന്നും അതിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് പ്രൊവൈഡ്സ് എ ലോങ് ലാസ്റ്റിംഗ് റെക്കോർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഫ്യൂച്ചർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ എന്താണ് ഒരു ഫ്യൂച്ചർ റെക്കോർഡ് എന്താണ് അവിടെ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിലും അതെടുത്ത് നോക്കാവുന്നതാണല്ലേ, വീണ്ടും വീണ്ടും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി എവിടെ ഉണ്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ എ യൂണിഫോം മാനർ ആൻഡ് ഓൾസോ ദ റിസീവർ ഗെറ്റ്സ് മോർ ടൈം ടു റിപ്ലൈ. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആശയം എന്താണ് വളരെ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ഇത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ ഐഡിയ ആരാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവർക്ക് എന്താണ് നമ്മൾക്ക് റിപ്ലൈ ചെയ്യാനുള്ള കൂടുതൽ ടൈം എന്താണ് അയാൾക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇറ്റ് കൺസ്യൂംസ് മോർ ടൈം. എന്താണ് അപ്പോഴപ്പോഴേ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇത് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ടൈം കൺസ്യൂം ചെയ്യുന്നില്ല ഒരുപാട്. ഇത് പക്ഷേ നമ്മൾ റിപ്ലൈക്ക് വേണ്ടി ഒരുപാട് സമയം കാത്തിരിക്കണം അല്ലേ. അപ്പോൾ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ് ഇത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഒരു ഡിലേ ഫീഡ്ബാക്ക് ആണ് നമുക്ക് എവിടെ കിട്ടുന്നത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ കിട്ടുന്നത് അല്ലേ. മാത്രമല്ല ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് വിത്ത് ഇല്ലിറ്ററേറ്റ്സ്. എഴുത്തും വായന അറിയാത്ത കുറേ ആളുകൾക്കിടയിൽ നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ. അവർക്ക് എന്താണ് റിപ്ലൈ ചെയ്യാനോ ഫീഡ്ബാക്ക് തരാനോ ഒന്നിനും പറ്റില്ല അല്ലേ. The challenges of spelling, grammar, punctuation, writing style and actual wording. അപ്പോൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമ്മൾ സ്പെല്ലിംഗ് നോക്കണം, ഗ്രാമർ നോക്കണം, പങ്ക്ച്വേഷൻ, റൈറ്റിംഗ് സ്റ്റൈൽ, ആക്ച്വൽ വേർഡിംഗ് ഇതൊക്കെ എന്താണ് കെയർ ചെയ്യണം. പക്ഷേ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഗ്രാമറും സ്പെല്ലിങ്ങൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ പ്രൊനൗൺസിയേഷൻ മാത്രം നമുക്ക് കെയർ ചെയ്താൽ മതിയില്ല. അതുപോലെ തന്നെ ആക്ച്വൽ വേർഡിംഗ് ഇതൊക്കെ കെയർ ചെയ്താൽ മതി. പക്ഷേ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ സ്പെല്ലിംഗ്, ഗ്രാമർ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മീൻസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ത്രൂ നോൺ ലിംഗ്വിസ്റ്റിക് മീൻസ്.
It includes facial expressions, eye contact, body posture and motions, tactile communication, gestures, etc. സോ നോൺ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്റ്റ്, ബോഡി പോസ്റ്റേഴ്സ്, നമ്മുടെ മോഷൻസ്, ടാക്ടൈൽ കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റേഴ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി it may also include the way we wear our clothes or the silence we keep. നമ്മൾ സൈലൻ്റ് ആയിരിക്കുമ്പോൾ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്ന ആ ഒരു രീതിയിലും എന്താണ് ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിന് പോലും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഡ്രസ്സിങ് കണ്ടാൽ ഒരാളുടെ ആ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ നമുക്കെന്താണ് അയാളെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടൂല്ലേ. അപ്പോൾ അതുവരെ എന്താണ് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അവിടെ ലാംഗ്വേജ് വേണം, വേർഡ്സ് വേണം, എല്ലാം വേണം അല്ലേ. പക്ഷേ നോൺ വെർബൽ ആകുമ്പോൾ എന്താണ് അവിടെ നമ്മുടെ ജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് അവിടെ നോൺ വെർബലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ ലാംഗ്വേജിൻ്റെ ആവശ്യം എന്താണ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് we are focusing on the barriers in communication. Barriers means the obstacles that inactivate the process of communication. It affects the effectiveness of communication എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറേ ഒബ്സ്റ്റക്കിൾസ്, കുറേ തടസ്സങ്ങൾ എന്താണ് നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബാരിയേഴ്സിനെ എന്താണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ എന്താണ് ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാരിയേഴ്സ് വരുമ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോകില്ലേ, എന്താണ് നമുക്ക് ഫ്ലോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അത്തരത്തിലുള്ള കുറേ ഒബ്സ്റ്റക്കിൾസ്, ബാരിയേഴ്സാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ബാരിയർ ഓർ ഒബ്സ്റ്റക്കിൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ആർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ലിംഗ്വിസ്റ്റിക് ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. അതായത് ഒരുപാട് സൈക്കോളജിക്കലായിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടും സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയറായിട്ട്, ഒരു ഒബ്സ്റ്റക്കിളായിട്ട് കടന്നു വരാറുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആങ്കർ, ടെൻഷൻ, ഫിയർ, എക്സെട്ര. ഇപ്പം നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് മൂഡിയായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഫിയർഫുൾ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധിക്കില്ല അല്ലേ. കാരണം ഭയങ്കര ദേഷ്യത്തോടെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളോട് എന്താണ് ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയർ വരും അല്ലേ. പിന്നെ എന്താണ് ടെൻഷൻ വരുമ്പോഴും എന്താണ് ഇതേ സിറ്റുവേഷനാണ് നമുക്ക് എന്താണ് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമല്ല. പിന്നെ ഫിയർ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഫിയർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ അല്ല അല്ലേ. സോ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സൊക്കെ എന്താണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഓബ്സ്റ്റക്കിളായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് ലിംഗ്വിസ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് പ്രൊനൗൺസിയേഷൻ, റോങ് വേർഡ് ഓർഡർ, ഇംപ്രോപ്പർ വേർഡ്സ്, പുവർ ഓർഗനൈസേഷൻ, എക്സെട്ര. സോ നമ്മൾ സ്ട്രേഞ്ച് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ റോങ് വേർഡ് ഓർഡർ, അതുപോലെ തന്നെ ഇംപ്രോപ്പർ വേർഡ്സ്, നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്സിന് പകരം ഇംപ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുവർ ഓർഗനൈസേഷൻ, നമ്മുടെ ആ ഒരു സെൻറ്റൻസ് ക്രിയേഷനൊക്കെ എന്താണ് പുവറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് ബാരിയർ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നോംസ്, വാല്യൂസ്, ബിഹേവിയേഴ്സ്, ഇതൊക്കെ എന്താണ് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ബാധിക്കുന്ന ഓബ്സ്റ്റക്കിൾസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദർ ആർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ലിംഗ്വിസ്റ്റിക് ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ആർ അഫക്റ്റിംഗ് അവർ കമ്മ്യൂണിക്കേഷൻ badly. Okay. Now we are just moving to the 4 essential communication skills. We know that language is a skill subject and there are 4 basic skills of language. They are listening, speaking, reading and writing. And these 4 skills are classified into 2. They are receptive or passive skills, productive or active skills. Now let's have a look at which are the receptive or passive skills and which are the productive or active skills. The skills of listening and reading are called receptive skills as we are at the end of communication channel when we engage in listening and reading. That means we are said to be passive while listening and reading something.
അതായത് ലിസണിങ് ആൻഡ് റീഡിങ് ഈ രണ്ട് സ്കിൽസാണ് നമ്മൾ പാസീവ് സ്കിൽസ് അല്ലെങ്കിൽ റിസപ്റ്റീവ് സ്കിൽസ് ആയിട്ട് കാണുന്നത്. നമ്മൾ എന്തെങ്കിലും ലിസൺ ചെയ്യുമ്പോഴോ എന്തെങ്കിലും വായിക്കുമ്പോഴോ ഒക്കെ എന്താണ്, നമുക്കൊരു പണിയില്ല അല്ലേ, ജസ്റ്റ് ഒരാൾ എഴുതി വെച്ചത് അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് ഇങ്ങനെ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഏത് റീഡിങ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ രണ്ട് സ്കിൽസിന് നമ്മൾ റിസപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ? The skills of speaking and writing are called productive skills as we are at the transmitting end of the communication channel when we speak or write. That means we are active at the time of speaking and writing. അതായത് സ്പീക്കിംഗ് റൈറ്റിംഗ് ഈ രണ്ട് സ്കിൽസാണ് ആക്റ്റീവ് ഓർ പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ്, നമ്മൾ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, നമ്മളാണ് അവിടെ പണിയെടുക്കുന്നത്. നേരത്തെ ലിസണിങ്ങും റീഡിങ്ങും കണ്ടപ്പോൾ റീഡേഴ്സിനും ലിസണേഴ്സിനും അവിടെ യാതൊരു റോളും ഇല്ലായിരുന്നു. അവർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് ജസ്റ്റ് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ. അതുകൊണ്ട് അവർ പാസീവാണ്. ഇവിടെ സ്പീക്കിംഗ് റൈറ്റിംഗ് ചെയ്യുന്ന ആളുകൾ എന്താണ്, പ്രൊഡക്റ്റീവാണ്, ആക്റ്റീവാണ് അല്ലേ. That's why they are also called expressive skills. അപ്പോൾ പ്രൊഡക്റ്റീവ് സ്കിൽ, ആക്റ്റീവ് സ്കിൽ, എക്സ്പ്രസീവ് സ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണെന്ന് ഓർത്ത് വെക്കാം. ലിസണിംഗ് ആൻഡ് റീഡിംഗ് ആർ passive or receptive skills and speaking and writing are productive or active or expressive skills. Okay. So here we discussed what is communication. Communication means the expression of ideas, emotions, informations and so on between two or more persons. And then we discussed principles of communication. Then verbal and non-verbal communication. Verbal communication needs language while non-verbal communication use signs, gestures and so on. Then we discussed barriers to communication, psychological barriers, linguistic barriers, socio-cultural barriers. Then the 4 essential communication skills LSRW: listening, speaking, reading and writing. 2 of the communication skills are receptive or passive, which are reading and listening, and 2 of them are active or productive skills. They are speaking and writing. So next വീഡിയോയിൽ അപ്ലൈഡ് ലാംഗ്വേജ് സ്കിൽസ് എന്ന പേപ്പറിലെ മറ്റൊരു പാർട്ടായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.